സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം രൂപാന്തരീകരണം പ്രാപിക്കുകയാണ്. നമ്മളിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് മഹത്വമുള്ള ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഈ നോമ്പുകാലം നമ്മൾ പ്രത്യേകിച്ചും നമ്മളിലുള്ള മാനുഷികമായ ജഡികമായ കാര്യങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ആത്മീയമായി മാറുന്ന ഒരു സമയമാണ്. നമ്മളുടെ സകല ഭാവങ്ങൾ മറ്റുള്ളവർ നമ്മളെ കണ്ടപ്പോൾ എത്രയും നാളും അല്ലെ നമ്മുടെ കുറവുകളും അനേകർ നമ്മുടെ എത്രയോ കുറവുകളാണ് പറയുന്നത്. ജോലി സ്ഥലത്തും കുടുംബത്തിലും എത്രയോ പേരാണ് നമ്മൾ എത്ര നല്ലതായിട്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ എത്രയോ കുറ്റമാണ് കേൾക്കുന്നതല്ലേ. കാരണം നമ്മളിലുള്ളതൊക്കെ ചിലർ അങ്ങനെയാണ് കാണുന്നത്. നമ്മളെ നല്ല പരിപൂർണരായി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മളിലുള്ള ചില കാര്യങ്ങൾ ചിലർക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും നമ്മളിലെ കുറവുകളെ തിരിച്ചറിയുകയാണ് നമ്മുടെ ജീവിതത്തിലും. അതിസുന്ദരനാണ് അവൻ. യേശുവിനെ കുറിച്ച് പറഞ്ഞ യേശു നമുക്ക് വേണ്ടി യെശയ്യായുടെ വചനം പറയുന്നുണ്ട്. അവനെ യെശയ്യ 52:14 അവനെ കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവന്റെ രൂപം മനുഷ്യൻ്റെതല്ല. ഏറ്റവും ശാന്തനായ അല്ലെങ്കിൽ മനോഹരമായ എപ്പോഴും പുഞ്ചിരിയോടെ നടന്നിരുന്ന ഈശോ എല്ലാവരെയും കാരുണ്യത്തോടെ അവനെ കുരിശുമായുള്ള അവൻ്റെ പോക്കൊന്ന് ഓർത്തു നോക്കി. തലയിലെ മുൾമുടി, ദേഹം മുഴുവനും മുറിവുകളാണ്. കണ്ണ് കാണാൻ രക്തമൊലിക്കുകയാണ്. കണ്ണിലൂടെയും ദേഹത്തും മുഖത്തും എല്ലാം രക്തമൊലിക്ക്. ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകി അവന് ആ ശിരസ് താഴ്ന്ന തോളിൽ കുരിശുമായിട്ടുള്ള അവൻ്റെ പോക്ക് എങ്ങനെ പ്രൗഢ ഗംഭീരിയോടെ നടന്നവനാണ്. കടലിന്റെ മുകളിൽ നിന്നുകൊണ്ട് കരമുയർത്തിയപ്പോൾ കടൽ ശാന്തമായി. അലറി വരുന്ന പിശാച് ബാധിനെ ഒറ്റ വാക്കിനാല് കൽപ്പിച്ച് പിശാചിനെ അടക്കിയവനാണ്. അവനെ കണ്ടവർ അമ്പരന്നു. അവൻ തന്നെയാണോ ഇത്? അതിനുള്ളവരെ എന്റെയും നിങ്ങളുടെയും രൂപമാണ് അവൻ ധരിച്ചത്. ഈ ഭൂമിയില് പിശാച് നമ്മളെ അടിച്ചേൽപ്പിച്ച് നമ്മുടെ മേൽ വരുത്തിയ നമ്മുടെ രോഗങ്ങളും നമ്മുടെ പാപങ്ങളും നമ്മുടെ ശാപങ്ങളും ഒക്കെയും അവൻ ഏറ്റെടുത്തപ്പോൾ അവൻ വിരൂപനായി നമ്മുടെ ആത്മീയ രൂപമാണ് അവൻ ധരിച്ചത്. അവന്റെ രൂപം നമുക്ക് നൽകാൻ വേണ്ടി നാം അവനെ പോലെ രൂപാന്തരപ്പെടുമെന്നാണ് യോഹന്നാൻ പറഞ്ഞത്. അവന്റെ വരവെങ്കൽ അല്ലെങ്കിൽ നിത്യതയിൽ നാം അവനെ പോലെ ആയിത്തീരുകയാണ്. ആ സഭയിലൂടെ പ്രത്യേകിച്ച് നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ രൂപം അവൻ ഏറ്റെടുത്തുകൊണ്ട് അവന്റെ രൂപം നമുക്ക് നൽകുകയാണ്. അല്ലേ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തെല്ലാം രഹസ്യമായി പരസ്യം എന്തെല്ലാം പറയുന്നുണ്ട്, എന്തെല്ലാം കുറവാണ്, അതെല്ലാം ഒന്ന് മാറി അവൻ്റെ രൂപം നമ്മൾ ധരിക്കാനായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മൾ നമ്മുടെ മനോഭാവം അല്ല ഇപ്പോഴും ഓരോ ദിവസവും നമ്മൾ മാറാൻ അങ്ങേറ്റ യേശുവിനെ പോലെ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളിലുള്ള ഓരോ കുറവുകൾ ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഭാര്യയായിരിക്കും, അല്ലെ ഭർത്താവായിരിക്കാം, അല്ലെ മക്കളായിരിക്കും, അല്ലെ ബന്ധുക്കളായിരിക്കും, അല്ലെ അകലെന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. ഈ പാർട്ടി എനിക്കറിയാവുന്നല്ലേ. നമ്മളുടെ ഈ കുറവുകളെ യേശുവിലേക്ക് അനുദിനം ഏറ്റെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ സ്കൂളിലൊക്കെ ഹൈസ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പലരെയും പരിചയപ്പെട്ടപ്പോൾ ഇന്ന് പലർക്കും നമ്മൾ ഈ അനുദിനമായ ഈ വചനങ്ങളെ നമ്മൾ ഓരോ ദിവസം ഷെയർ ചെയ്യുന്ന വാട്സാപ്പിൽ അയക്കുന്ന സന്ദേശം ഞാൻ എല്ലാവർക്കും അയക്കാറുണ്ട്. കാണുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു സതീർത്ഥ്യൻ ഹൈസ്കൂളിൽ പഠിച്ചവനാണ്. അന്നെങ്ങനെയാണെന്ന് അവർക്കൊക്കെ അറിയാം. ഞാൻ അപ്പോൾ അവൻ എന്നോട്, എടാ നീ തന്നെയാണോ ഇത്? എടാ നിന്റെ സ്വരം തന്നെയാണോ ഇതെന്ന് എന്നോട് ചോദിക്കുകയാണ്. അത്രയും അടുപ്പമായിരുന്നു ഞങ്ങൾ. പലരും പിന്നീട് ചോദിച്ചത് നീ തന്നെയാണോ ഈ പറയുന്നത്? പിന്നെയുള്ളവരെ നമ്മളുടെ രൂപം മാറുന്നത് അവർക്ക് പരിഭ്രാന്തിയാണ്. അവർക്കിത് മനസ്സിലാകുന്നില്ല. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. അവൻ തന്നെയാണോ ഇത്? കാരണം എന്താ? നമ്മളിലുള്ള കുറവുകളും നമ്മളിലുള്ള മാലിന്യങ്ങളും നമ്മളുടെ വൈകൃതങ്ങളും യേശു ഏറ്റെടുത്തുകൊണ്ട് നമ്മളൊരു പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ അനേകർക്കൊരു അത്ഭുത ദൃശ്യമായി നമ്മൾ മാറേണ്ടതാണ്. കാരണം യേശു നമുക്ക് വേണ്ടി വിരൂപനാക്കപ്പെട്ടതാണ്. അവനെ പീലാത്തോസിന് മുമ്പ് നിൽക്കുമ്പോൾ യെശയ്യാ 53 പറഞ്ഞു, ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമായ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. രൂപം വികൃതമാക്കപ്പെട്ടതുകൊണ്ട് അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു.
എന്നെ പ്രതി എനിക്ക് അവന്റെ രൂപം തരാം, നിങ്ങളെ പ്രതി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് നമ്മളെ ആരെല്ലാം എന്തെല്ലാം വിധിക്കുന്നുണ്ട്, ആ രൂപം ഒന്ന് മാറ്റി നമ്മളെ മറ്റുള്ളവർ പുകഴ്ത്താനായി, നന്മ പറയാനായി സ്വർഗത്തിലെ ദൂതന്മാർ പോലും നമ്മളെ ഏറ്റുപറയുമെന്ന് യേശു പറഞ്ഞ ഒരു മേഖല. യേശുവിന്റെ രൂപം നമ്മളിൽ കാണുമ്പോൾ ദൂതന്മാര് മാറി നിൽക്കും. നമ്മൾ കയറി ചെല്ലുമ്പോൾ പിതാവായ ദൈവം നമ്മളിൽ യേശുവിന്റെ രൂപം കാണുമ്പോൾ പറയും, കടന്നു വരൂ മകനെ, കയറി വരൂ, മകനെ മകളെ കയറി വരൂ എന്ന്. നമ്മളിൽ നമ്മുടെ ആത്മാവിൽ ഒരു രൂപം നമ്മൾ ധരിച്ചു കഴിയുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. സാത്താൻ നമ്മളിൽ അടിച്ചേൽപ്പിച്ച നമ്മളെ മറ്റുള്ളവർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ക്രമേണ 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 നമ്മൾ ഓരോ ദിവസവും രൂപാന്തരപ്പെട്ട്, പ്രത്യേകിച്ച് നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നാം അറിയണം പ്രിയമുള്ളവരെ. നമ്മൾ കഴിഞ്ഞ് പല ഇന്ന് ആഗോള സഭയിലെ തിരുവനന്തപുരത്തിലൊക്കെ നമ്മളെ ഓർപ്പിക്കുന്ന, ഞാൻ സംഗീതത്തിന് 79 നമ്മുടെ കഴിഞ്ഞു പോയ തലമുറയോട് നമ്മുടെ വീട്ടിലെ സ്വത്തും നമ്മുടെ വീടിന്റെ പാരമ്പര്യവും നമ്മുടെ വീടിന്റെ പ്രാവിഡിയും നമ്മുടെ വീട്ടിൽ നിന്ന് അഹങ്കാരവും ഞാനെന്ന ഭാവവും കുടുംബ മഹിമയും ഒക്കെ നമ്മൾ ധരിച്ചുകൊണ്ട് നമ്മൾ എന്തോ ആണെന്ന് പോയപ്പോൾ നമ്മൾ അനേകരെ മുറിപ്പെടുത്തിയവരാണ്. നമ്മുടെ ഉള്ളിലെ അഹങ്കാരം, നമ്മുടെ ഉള്ളിൽ എനിക്ക് സൗന്ദര്യമുണ്ട്, അല്ലെ ഞാൻ ഇന്ന വലിയ കുലകുടുംബത്തിലാണ്, അല്ലെ ഇന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനേകരെ നമ്മൾ ഇടിച്ചു താഴ്ത്തിപ്പോയ ആ ഒരു മേഖലയുണ്ടല്ലോ. അവിടെയൊക്കെ നമ്മൾ അനേകരെ മുറിപ്പെടുത്തിയ മേഖലകൾ, നമ്മളിലേക്ക് വന്നുപോയ മാലിന്യങ്ങൾ തലമുറകളിലൂടെ. അതാണ് സങ്കീർത്തനം 79:8 എന്ന് പറഞ്ഞ്, ഞങ്ങളുടെ പൂർവികന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരെ ഓർക്കരുത്, എൻ്റെ ദൈവമേ ഞങ്ങൾ ഓർത്ത് അനുദപിക്കുന്നു. പണത്തിന്റെ പേരിൽ, ധനത്തിന്റെ പേരിൽ, കുടുംബ മഹിമയുടെ പേരിൽ മറ്റുള്ളവർ എത്രയോ പേര് നമ്മൾ വിധിച്ചു, ചവിട്ടി താഴ്ത്തി. അതെല്ലാം ഓർത്ത് അനുദപിക്കുന്ന ദൈവമേ. ദാനിയേല് ഇന്ന് ഒന്നാമത്തെ വായനയിൽ നമുക്കറിയാം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ് ആഗോള സഭയിൽ ഒന്നാമത്തെ വായന എടുത്തിരിക്കുന്നത്. അവിടെ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ദാനിയേല് 9-ാമത്തെ അധ്യായത്തിൽ പ്രവാസികളായി പോവുകയാണ്, അടിമത്തിലേക്ക് പോയതുകൊണ്ട് ജെറമിയ പറഞ്ഞിരുന്നതൊക്കെ നിറവേറിയപ്പോൾ അത് ഇപ്പോൾ പ്രവാസിയായി കഴിയുമ്പോൾ ദാനിയേല് ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീഷ്ണമായി പ്രാർത്ഥിച്ചു. വിദേശത്താണ്, ജെറുസലേമൊക്കെ ദൂരെയാണ്. അവിടെ ഇരുന്ന് ചാക്കൊടുത്ത് ചാരം പൂശി ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. നമ്മളുടെ ജീവിതമല്ലേ, നമ്മുടെ വലിയ എന്തൊരു പ്രശസ്തമായിരുന്നു പണ്ട് നമ്മളല്ലേ. ഇപ്പോൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ അത് ദൈവം തന്നതല്ല, സാത്താൻ കൊണ്ടു, നമ്മുടെ തന്നെ കുഴപ്പം കൊണ്ട്. പക്ഷെ അവിടെ ഇരുന്ന് അനുദപിക്കാൻ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറയാണ് ദാനിയേല് അനുദപിച്ച് ഈ ഏറ്റുപറയുന്ന സംഭവമാണ് നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ. ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. നമ്മുടെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ പിതാക്കന്മാർ, അതിൽ 79 ഞങ്ങളുടെ പിതാക്കന്മാർ അല്ല എന്തെല്ലാം കുഴപ്പം കാണിച്ച് നമ്മുടെ കാരണവന്മാർ കടന്നു പോയിരിക്കുന്നത്. കുടുംബ മഹിമയുടെ പേരിൽ, സ്വത്തിന്റെ പേരിൽ എന്തെല്ലാം അനുതാപമില്ലാതെ കടന്നുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ പൂർവികരുടെ കഴിഞ്ഞു പോയ 4 തലമുറയുടെ ഞങ്ങളുടെ തലയിൽ വന്ന് നിൽക്കുമ്പോൾ ഇന്ന് പൗലോസ് പറഞ്ഞ അവൻ നമുക്ക് വേണ്ടി പാപമായി മാറി. നമ്മുടെ തലമുറകളിലൂടെ വന്നതൊക്കെയും യേശു ക്രിസ്തു ഏറ്റെടുത്തു. അവൻ നമുക്ക് വേണ്ടി ശാപമായി മാറി. നമ്മുടെ തലമുറയോട് വന്നിരിക്കുന്ന അഹങ്കാരവും സകല അശുദ്ധിയും ജഡിക പാപങ്ങളും എല്ലാം അവന്റെ ശരീരത്തിൽ അടികളായും മുറിവുകളായി അവൻ ഏറ്റെടുത്തു. നമ്മൾ യേശു ക്രിസ്തുവിലായിരിക്കുമ്പോൾ പുതിയ സൃഷ്ടിയാണ്. നമ്മൾ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളെ രൂപപ്പെടുത്തുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിലുണ്ട് നമ്മുടെ ജഡികമായ കാഴ്ച മനോഭാവങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ. അവിടെയാണ് നമ്മൾ സ്വയം ഇല്ലാതായി തീരുകയാണ്. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമല്ല. ഈ കുടുംബ മഹിമ കൊണ്ടോ ഈ പേര് കൊണ്ടോ ഈ പണം കൊണ്ടോ പ്രശസ്തി കൊണ്ടോ ഒന്നും ഒരു പ്രയോജനമില്ല. ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം വെറുതെയാണ്. എൻ്റെ ആത്മാവ് ദൈവസന്നിധിയിൽ എൻ്റെ രക്ഷകനായ യേശുവിൻ്റെ രൂപം ഞാൻ ധരിക്കുന്നില്ലെങ്കിൽ പിതാവ് പറയും, അല്ലെങ്കിൽ ത്രിയേക ദൈവം പറയും, ഞാൻ നിന്നെ അറിയുന്നില്ലല്ലോ, നീ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. ഈശോ തന്നെ പറഞ്ഞു. അനേകർ അന്ന് എൻ്റെ അടുത്ത് വന്ന് പറയും, ആത്മാവായ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് മരിച്ച് നിത്യ അന്ത്യവിധിയിൽ അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഓർക്കുന്നില്ലേ, നീ ഞങ്ങളുടെ തെരുവിൽ പഠിപ്പിച്ചത്, നിന്റെ നാമത്തിൽ ഞങ്ങൾ അനേക രോഗികളെ സുഖപ്പെടുത്തി, നീ ഓർക്കുന്നില്ലേ? അതെല്ലാം നമ്മളുടെ മഹത്വത്തിനായി നമ്മൾ അവൻ്റെ യേശു നാമത്തിലാണ് നമ്മൾ ചെയ്തത്. യേശുവിനെ എന്ന് പറയുന്നത് പറയാറുണ്ട്, പലപ്പോഴും ഓർപ്പിച്ചാണ്. നമ്മൾ എത്രയോ പേരെ കണ്ടുമുട്ടുന്നുണ്ടല്ലേ, അല്ലേ? നമ്മൾ എത്രയോ പേരെ കണ്ടുമുട്ടുന്ന എല്ലാവരെയും ഒന്നും ഓർത്തിരിക്കില്ല. പക്ഷെ നമ്മുടെ മക്കളെ നമ്മൾ മറക്കുമോ? നമ്മുടെ മക്കളെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. ദൈവമായ കർത്താവ് പറയാണ്, നമ്മൾ ദൈവ മക്കളായി മാറുമ്പോൾ ദൈവം നമ്മളെ ഒരിക്കലും മറക്കില്ല.
നമ്മൾ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, ദൈവവചന ശുശ്രൂഷ ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മൾ വേലക്കാരെ നമ്മുടെ വീട്ടിൽ എത്രയോ ജോലിക്കാരെ എപ്പോഴും ചെറുപ്പം മുതൽ എല്ലാവരും ഓർക്കുന്ന പോലുമില്ല. എന്നാൽ നമ്മളെ വീട്ടില് നമ്മുടെ അമ്മ നമ്മളെ പറയും, ഞാൻ അവനെ അറിയുന്നില്ല എന്ന്. അത് ചില കാര്യത്തിൽ പറഞ്ഞ, പക്ഷെ അവിടെ ആ ഒരു ബന്ധമാണ്, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ് ദൈവവും നമ്മളുമായി. അവൾ യേശുവിൻ്റെതാണ്, പിതാവായ ദൈവത്തിന്റെ ഏകജാതനായ യേശുവിന്റെ ആൾക്കാണ് പറഞ്ഞത്. അവന്റെ രൂപം നമുക്ക് നൽകിയത് കൊണ്ടാണ്. പിതാവ് പറയും, കയറി വരൂ മകനെ, കയറി വരൂ മകളെ എന്ന് പറയുമ്പോൾ ആ രൂപം നമ്മളിൽ ധരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ രൂപം ധരിക്കുകയാണ്. ദാനിയേലിനെ പോലെ അങ്ങനെ ഉപവസിക്കാൻ ജോവൽ പറഞ്ഞതുപോലെ ചാക്കൊടുത്തു, ചാരം പൂശി ഉപവാസത്തിലിരിക്കും. നിങ്ങളുടെ ഹൃദയമാണ്, വസ്ത്രമല്ല കീറേണ്ടതെന്നൊക്കെ ഈശോ ഇന്ന് സുവിശേഷത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മുടെ കരുണയോട്. നിങ്ങളുടെ പിതാവ് ലൂക്ക 6:36 നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. യേശുവിൻ്റെ രൂപം അതാണ്. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. എൻ്റെ ദൈവമേ, ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം വരാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് രൂപപ്പെടുത്താൻ, നിന്റെ രൂപം ധരിക്കാനുള്ള യേശു ഈ ഭൂമിയിലായപ്പോൾ ആരെയും വിധിച്ചില്ല. കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറച്ച് അളർന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ഇതാണ് ഈശോ നമ്മോട് പറയുക. നമ്മൾ യേശുവിനെ പോലെ ആകാൻ യേശു കൊടുത്തത് ജീവനാണ്. നമുക്കും മറ്റുള്ളവർക്ക് നന്മ കൊടുക്കാനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് ചോദിക്കാം. പരിശുദ്ധ പരമ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.